ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. 3 ദിവസത്തിലെ നോമ്പിൻ്റെ 3-ാം ദിനം പ്രഭാതം നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ബൈബിൾ വായനയെല്ലാം നമുക്കുണ്ട്, ഒപ്പം ഭക്ഷണം വെടിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനവേ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പലപ്പോഴും നോമ്പിനെ ദൈവത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു ആത്മീയ മാർഗമായി നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നത് ശരിയാണോ? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. തമ്പുരാൻ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുന്നത് ഉപവാസത്തിൻ്റെ കഠിനതയല്ല, നീ എത്ര ദിവസം ഉപവസിച്ചു എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി ഹൃദയത്തിൻ്റെ മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനമാണ്. തമ്പുരാൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നിനവയിലെ ജനങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചു. അതിനോടൊപ്പം തന്നെ അവരിൽ അതുവരെയും രൂഢമൂലമായിരുന്ന അക്രമത്തെ, അഹങ്കാരത്തെ, അനീതിയെ, അന്യായത്തെ, രക്തപാതകത്തെ എല്ലാം അവർ ഉപേക്ഷിച്ചു. യോന 3-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് അവർ തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് തിരിഞ്ഞു എന്നുള്ളതാണ്. ഭക്ഷണം വെടിയുമ്പോൾ നമ്മുടെ മനസ്സ് ദുഷ്ടതയെ വെടിയണമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഈ നോമ്പൊരു പൂർണ്ണതയിൽ എത്തിച്ചേരുകയില്ല. നിനവേ നോമ്പിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഭക്ഷണം കുറയുമ്പോൾ അഹങ്കാരം കുറയണം, വാക്കുകൾ കുറയുമ്പോൾ കോപം, ദേഷ്യം കുറയണം, ശരീരം ക്ഷീണിക്കുമ്പോൾ ഹൃദയം കൂടുതൽ വിനയപ്പെടണം എന്നുള്ളതാണ് ഈ 3 ദിവസത്തെ നോമ്പിൻ്റെ തീം എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപവാസം, ഭക്ഷണം വെടിഞ്ഞുകൊണ്ടുള്ള ഉപവാസം ശരീരത്തെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, ഒരു പനി, നിസാര ഒരു പനി, അസുഖം, ഒരു പനി മാറ്റാൻ പോലും നിന്റെ ധനത്തിന് കഴിവില്ലെങ്കിൽ, പണത്തിൻ്റെ നിസാരതയെപ്പോലും പ്രാർത്ഥനയിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നീ പിന്നെ എന്തിനതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി 3-ാം ദിവസത്തെ ഉപവാസം ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ഒപ്പം തന്നെ മറ്റൊരു ചിന്തയാണ് നിനവേ നോമ്പ്, റിപ്പൻറ്റൻസ് ദാറ്റ് ഹീൽസ് ദ കമ്മ്യൂണിറ്റി. നിനവേ നോമ്പിലെ ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് കോപത്തെ വെടിഞ്ഞപ്പോൾ, അന്യായത്തെ വെടിഞ്ഞപ്പോൾ, അനീതിയെ വെടിഞ്ഞപ്പോൾ, ഉപവസിച്ചപ്പോൾ, ഭക്ഷണത്തെ വെടിഞ്ഞപ്പോൾ ഒരു നഗരം മുഴുവൻ, ഒരു സിറ്റി, മഹാനഗരം മുഴുവൻ കരുണയുടെ, ദൈവിക കരുണയുടെ അനുഭവത്തിലേക്ക് വന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ, മനുഷ്യരിൽ നിന്ന് മൃഗങ്ങൾ വരെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വിളിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മുടെ മാനസാന്തരം ഒരു കമ്മ്യൂണിറ്റിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുമെങ്കിൽ, എൻ്റെ മാനസാന്തരം എൻ്റെ ഭവനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുമെങ്കിൽ, ഞാനൊന്നൊന്ന് മാറിയാൽ, എന്നൊന്ന് മാറി ചിന്തിച്ചാൽ, എൻ്റെ ഹൃദയം ഒന്ന് മാറ്റിയാൽ, ഞാൻ ബന്ധപ്പെടുന്ന എൻ്റെ ജീവിത മേഖലകളെല്ലാം ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും മാറുമെങ്കിൽ, കർത്താവേ എന്നെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. എത്ര വർഷങ്ങളായി ജീവിത പങ്കാളിയും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അനീതിയും അന്യായവും ഉപദ്രവവും ദേഷ്യവും കോപവും അരിഷ്ടതയും ഒക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. എല്ലാം നോമ്പെടുക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിൻ്റെ ഇടയിൽ എന്നും ശാപവാക്കുകളും ദേഷ്യവും കോപവുമായി. ഒന്ന് മാറിക്കൂടെ? മാറി ചിന്തിച്ചുകൂടെ? നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം അരിശത്തിൻ്റെ വാക്കുകളെല്ലാം മാറ്റി സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ നിലവെ മാറുവാൻ നമുക്ക് സാധിക്കണം. സമൂഹം രോഗബാധിതമാകുന്നതിന് നമ്മൾ കാരണമാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. അതുകൊണ്ട് നിനവേ നോമ്പ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ ഭവനം, നമ്മുടെ ഇടവക, നമ്മുടെ ജീവിത മേഖല എല്ലാം നിനവയെപ്പോലെ മാനസാന്തരപ്പെടുവാൻ നീ തയ്യാറാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിനവെ രക്ഷപ്പെട്ടത്? അവർ വിനയപ്പെട്ടത് കൊണ്ടാണ്, എളിമപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നിനവേ നോമ്പ് ഭക്ഷണം ഉപേക്ഷിക്കുന്ന ഒരു കാലത്തേക്കാൾ അപ്പുറത്ത് പാപം ഉപേക്ഷിക്കുന്ന സമയമാണ്, കാലമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതവും, നമ്മുടെ കുടുംബങ്ങളും, ഇടവകയും
നിനവെ പോലെ മാറുവാൻ, മാനസാന്തരപ്പെടുവാനിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഈ വചനം കേൾക്കുന്നു. ഹൃദയത്തെ മാറ്റുവാൻ, ഹൃദയ പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം ആത്മാവ് കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു സമൂഹത്തിൻ്റെ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ തിരുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനയപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിനവേ നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിലും ഇടവകകളിലും ഭവനങ്ങളിലും അത് അനുഭവിക്കുവാൻ, ആ കരുണ അനുഭവിക്കുവാനിടയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.